നമസ്കാരം ചങ്ങായിമാരെ. കണ്ണൂർ ജില്ലയിലെ വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. മനോഹരമായ കാഴ്ചകളാണ് പോകുന്ന വഴികളൊക്കെ, പച്ചപ്പ് നിറഞ്ഞ വഴികൾ. കണ്ണൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മുടെ കാട്ടാമ്പള്ളി പാലം കഴിഞ്ഞ പാടെ അടുത്തൊരു ആർച്ച് കാണാം. ആർച്ചിലൂടെ കുറേ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വള്ളുവൻ കടവ് മുത്തപ്പൻ മടപ്പുരയിലേക്ക് എത്തിച്ചേരും. വള്ളുവൻ കടവിനോട് ചേർന്ന് കിടക്കുന്ന മടപ്പുര ആയതുകൊണ്ടാണ് വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ എന്നറിയപ്പെടുന്നത്. നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു പ്രതീതി പോലെ തന്നെ മറ്റൊരു പ്രത്യേകതകൾ നിറഞ്ഞ, ഇവിടെ വരുമ്പം തന്നെ നമ്മുടെ മുത്തപ്പൻ്റെ നായ അവിടുന്ന് അങ്ങനെ ആ പ്രദേശത്തൊക്കെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കളിക്കുന്നത് കാണും. ഞാനിങ്ങനെ വന്നപ്പോൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീ മുത്തപ്പൻ്റെ മായാവിലാസം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. ഒരുപാട് പ്രത്യേകതകൾ എനിക്കിവിടെ വന്നപ്പോൾ, ഈ ഒരു മടപ്പുരയിലേക്ക് വന്നപ്പോൾ തോന്നി കേട്ടോ. ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി. എല്ലാ ഞായറാഴ്ചയും ഇവിടെ ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം നടക്കും. അതുപോലെ തന്നെ എല്ലാ മാസവും 1-ാം തീയതി സംക്രമ ദിവസം തിരുവപ്പന വെള്ളാട്ടവും നടക്കുന്നുണ്ട്. അന്നേ ദിവസം ഭക്തർക്കായുള്ള അന്നദാനവും നടക്കുന്നുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ശ്രീ മുത്തപ്പനെ കാണാൻ വരുമ്പോൾ കണ്ണു നിറയും. മടപ്പുരയുടെ ഉള്ളിൽ കയറുമ്പോൾ കാണാം അതിപുരാതനമായ അമ്പലം സ്ഥിതി ചെയ്തിരുന്ന പഴയ ഒരു ആദിസ്ഥാനത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ. നൂറ്റാണ്ടുകളുടെ ഒരു ചരിത്രമുണ്ട് ഈ ഒരു വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയ്ക്ക്. നമ്മുടെ കണ്ണൂർ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഈ ഒരു വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്ക് നിങ്ങൾ തീർച്ചയായും ഒരു തവണയെങ്കിലും വരേണ്ട ഒരു മടപ്പുര തന്നെയാണ് കേട്ടോ. വല്ലാത്തൊരു അനുഭൂതിയാണ് ഈ ഒരു മടപ്പുരേൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കിട്ടുന്നത്. മടപ്പുരയുടെ ചുമരുകളിൽ ശ്രീ മുത്തപ്പൻ്റെ മഹത്വത്തെ പറ്റിയുള്ള എല്ലാ ചരിത്രവും കൊത്തിവെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും വലിയൊരു മടപ്പുര ഉണ്ടായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നും അത്ഭുതങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ശ്രീ മുത്തപ്പനെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മുത്തപ്പനെ ഒരു നോക്ക് കണ്ടാൽ മതി. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ സങ്കടങ്ങളും മാറ്റി മുത്തപ്പൻ നമ്മുടെ കൂടെ നിൽക്കും. എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു മടപ്പുര തന്നെയാണ് ഈ ഒരു വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര. ഭക്തന്മാർ എത്രയായാലും അവർക്കുള്ള പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മടപ്പുരയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒറ്റക്കല്ലിൽ തീർത്ത വലിയൊരു ശിവന്റെ ശില്പം ഇവിടെ കാണാം. എത്ര മനോഹരമാണെന്നറിയാം ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ. ശിവചൈതന്യം എന്നല്ലാതെ മറ്റെന്തു പറയാൻ. ശംഭോ മഹാദേവ. മനോഹരമായ വള്ളുവൻ കടവിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു മടപ്പുരയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചെടികളും ഒരുപാട് മരങ്ങളൊക്കെ ചുറ്റുവട്ടത്ത് കാണാം. പ്രകൃതിയുടെ ആ ഒരു വരദാനെല്ലാം ഈ ഒരു മടപ്പുരയിൽ ചുറ്റും കാണാം. മടപ്പുരയുടെ മുൻവശത്തായിട്ട് ഗുളികൻ സ്ഥാനവുമുണ്ട്. അതുപോലെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് ശില്പങ്ങളും നമ്മുടെ സിംഹത്തിൻ്റെ മാതൃകയിലുള്ള ഒരു വലിയ കൊത്തുപണികളും ഒക്കെ ഇവിടെ കാണാം. തുലാഭാര നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് അതൊക്കെ ചെയ്യാം. കാശുള്ളവൻ വലിയ വലിയ കല്യാണ മണ്ഡപങ്ങളൊക്കെ കല്യാണം നടത്തുമ്പോൾ സാധാരണക്കാരനൊരു കുഞ്ഞു കല്യാണം കഴിക്കാൻ വേണ്ടി പെടുന്ന കഷ്ടപ്പാട് നമുക്കറിയാം. ചുരുങ്ങിയ ചിലവിൽ സാധാരണക്കാർക്കൊക്കെ ഒരു കല്യാണം കഴിക്കാനുള്ള മണ്ഡപങ്ങളും അതിനുവേണ്ടി ഭക്ഷണം കഴിക്കാനുള്ള വലിയ മുറികളും എല്ലാ സൗകര്യങ്ങളും ഈ ഒരു മടപ്പുരയിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ തൊട്ടടുത്തുണ്ടായിട്ട് നമ്മൾ അറിയാത്ത എത്രയോ വലിയ വലിയ കാവുകളും അമ്പലങ്ങളും വല്ല സ്ഥലങ്ങളും ഒക്കെ ഉണ്ടല്ലേ. എല്ലാ വർഷവും നടക്കുന്ന ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി ജലോത്സവമൊക്കെ ഈ ഒരു വള്ളുവൻ കടവിലാണ് നടക്കാറ്. അതുപോലെ വള്ളുവൻ കടവ് മുത്തപ്പൻ്റെ ഈ ഒരു മടപ്പുരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയുർവേദ ചികിത്സാ രീതികൾ വളരെ സൗജന്യമായിട്ട് ഇവർ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നതാണ്.